എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് എൻ്റെ ഈ പഠനം മുഴുവൻ നടന്നത്. കാരണം സ്കൂളിലും കോളേജിലും പഠിച്ചതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞങ്ങളുടെ ഫാക്ടറികളിൽ പ്രായോഗികമായിട്ടുള്ള പഠനമായിരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ്. ഏതൊരു അനീതി കണ്ടു കഴിഞ്ഞാലും അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളായിരുന്നു. ഒരിക്കലും ഒരു അനീതിക്ക് എതിരെ കണ്ണടയ്ക്കുന്ന ആളല്ലായിരുന്നു. അതിന് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എനിക്ക് ഇത്ര പണം കൈക്കൂലി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കും, നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അതേ സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് എനിക്കെന്തെങ്കിലും സഹായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ വേണമെങ്കിലും എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഒരാൾ നിർബന്ധമായിട്ട് പണം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളായിരുന്നു. അതേ പാത തന്നെ ഞങ്ങൾ തുടരുകയാണത്. അപ്പോൾ എൻ്റെ അച്ഛനായാലും ഒട്ടനവധി കേസുകൾ, പല നിയമയുദ്ധങ്ങൾ ഞങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ട് ഒട്ടനവധി യുദ്ധങ്ങൾ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണത്. ഈ പറയുന്ന അക്രമവും അനീതിയെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. കാരണം അന്നൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയായിരുന്നു. അവർ അനധികൃതമായിട്ട് ഉള്ള ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. പക്ഷെ അന്ന് ഇത്രയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഹറാസ്മെന്റ് അന്നുണ്ടായിരുന്നു. പൊളിറ്റിക്കലിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 2020 മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരായിരുന്നു ഒരു പ്രശ്നക്കാർ. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഹരാസ്മെന്റിനേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ രണ്ടുമുണ്ട് എന്നുള്ളതാണ്. 20 ശേഷം എടുത്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങളുമുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളുമുണ്ട്. അപ്പം അതിനെയൊക്കെ ആരെതിർത്ത് കഴിഞ്ഞാലും അതിനെ ശക്തമായിട്ട് എതിർത്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അങ്ങനെ വലിയ വലിയ നിയമയുദ്ധങ്ങൾ, ചിലപ്പോൾ 2000 രൂപയ്ക്ക് തീരുന്ന ഒരു കേസായിരിക്കും. ഒരാൾ വന്ന് കൈക്കൂലി ചോദിക്കുന്നത് 2000 രൂപയായിരിക്കും. ആ 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് 20 ലക്ഷവും 30 ലക്ഷമൊക്കെ മുടക്കിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കിയാലും അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു അത്. ഇന്ന് അതേ പാത തന്നെ ഞങ്ങൾ കണ്ടുപഠിച്ചു, അത് തന്നെ തുടരുന്നു. അപ്പോൾ ഇത് ഒരു ജനറ്റിക്കലായിട്ടും കൂടെ അക്വയർഡ് ആയിട്ടുള്ള രണ്ടു കൂടിയും ഒരു സമ്മിശ്രമാണ് നമ്മളിപ്പം കാണുന്ന സാബു എം ജേക്കബിന്റെ ഓരോ പ്രവർത്തനത്തിലുള്ളത് നമുക്ക് ഒരു വിലയിരുത്താം അല്ലേ? യഥാർത്ഥത്തിലെ ഇതാണോ യഥാർത്ഥത്തിൽ ഈ 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ചുവടുവെക്കാൻ പ്രേരിതമായത്? ഇതില് ഞാൻ ഇപ്പം എല്ലാവർക്കും അറിയാം, ഞാനൊരു വ്യവസായിയാണ്. അന്നത്തെ സാഹചര്യമല്ല, ഇന്നിപ്പോൾ ഞങ്ങളുടെ വ്യവസായങ്ങൾ വളർന്നു. അപ്പോൾ 2011 എൻ്റെ അച്ഛൻ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, ഞങ്ങളോട് എന്നും പറയുന്നതായിരുന്നു, നമ്മളുടെ ഈ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം ഈ നാടും വളരണമെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം 2012 ആ ഒരു സ്വപ്നം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പറയുന്ന, അത് തുടക്കത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ 2020 എന്ന ഒരു സാമൂഹ്യ സംഘടന, ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഈ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഈ കേരളത്തെ മുടിച്ച് കൊള്ളയടിച്ച് ജനങ്ങൾ കഷ്ടപ്പെടുന്നു, ദുരിതമനുഭവിക്കുന്നു. അതിൽ നിന്നൊരു മോചനമുണ്ടാക്കണം. ഞങ്ങൾ ഒരു ഉദാഹരണത്തിന്, ഞങ്ങൾ ഈ കിഴക്കമ്പലത്തെ പറ്റി ഒരു സർവേ നടത്തുമ്പോൾ ഞങ്ങൾ കണ്ടത് ഏതാണ്ട് 282 കുടുംബങ്ങൾ ഈ നീല ടർപ്പാളിൻ വലിച്ചു കെട്ടിയിട്ട് 4 കാലുകൾ കൊടുത്ത് മണ്ണിൽ മനുഷ്യനും ആടും പശുവും കോഴിയും താറാവും പട്ടിയും എല്ലാം ഒന്നിച്ചു കിടന്നിറങ്ങുന്ന ചിത്രം ഞങ്ങൾ കണ്ടത്. 10 സ്ക്വയർ ഫീറ്റിൽ 10 അടി നീളവും 10 അടി വീതിയുമുള്ള ടർപ്പാളിൻ കൂരയ്ക്കകത്ത് ഒരു കുടുംബം കഴിയുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മണ്ണിൽ. അത് കിഴക്കമ്പലത്താണെന്ന് ഓർക്കണം. എറണാകുളം ജില്ല എന്ന് പറയുന്ന വ്യാവസായിക ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്, അവിടെയാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം, ഇങ്ങനെയും സാധ്യമാണ് എന്ന് ഇന്നത്തെ ഈ രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്തണം. അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഒരു മോഡൽ പഞ്ചായത്ത് ഉണ്ടാക്കുക.
എല്ലാം കൊണ്ടും സുഭിക്ഷമായിട്ടൊരു പഞ്ചായത്ത്, സന്തോഷമായിട്ട് സമാധാനമായിട്ട് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അങ്ങനെയാണ് 2020 കിഴക്കമ്പല എന്ന ചാരിറ്റബിൾ അസോസിയേഷൻ ഉണ്ടാക്കിയത്. അതുണ്ടാക്കി ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാർ ഇടവും വലവും നിന്ന് ഞങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെയാക്കി. അതും ഒട്ടനവധി സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ 2015 അധികാരമില്ലാതെ ഒരിക്കലും ഞങ്ങളുടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 2015 രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല, പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ചു. 19 സീറ്റിൽ 17 സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു. ഞങ്ങൾ അധികാരത്തിലേറി. അന്ന് ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ രാഷ്ട്രീയക്കാർ നേരിടേണ്ടതായിട്ട് വന്നു. എല്ലാ കക്ഷികളും ഒരു ഭാഗമായി 2020 മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി LDFും UDFും എല്ലാവരും കൂടി കൂടിയിട്ട് ഒറ്റ കക്ഷിയായി അവിടെ നിന്ന് മത്സരം. അങ്ങനെയാണ് അതുണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചിഹ്നം തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രമേ ചിഹ്നം നേരത്തെ കിട്ടൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് 16 ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തെങ്കിലും അത് കാര്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനമൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്നുള്ളത്. ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി അത് ഭംഗിയായിട്ട് നടത്തുക. അങ്ങനെ 2020 ഭരണം പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ ഭരണം ഏറ്റെടുക്കുമ്പോൾ 39 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന പഞ്ചായത്തിനെ ഞങ്ങൾ ഈ ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല വികസനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തിയതിന് ശേഷം 13,57,00,000 രൂപ മിച്ചം വന്ന് ഞങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടു എന്നുള്ളതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്. അങ്ങനെയാണ് നമ്മൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നത്. സാധാരണ ഇന്ത്യയിൽ നമ്മൾ ഏത് പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാലും അവസാന കാലത്ത് എത്ര കടം വരുത്തി വയ്ക്കാമോ അത് മുഴുവൻ കടമെടുത്ത് ചെലവാക്കി ഇട്ടാണ് എല്ലാവരും ഇറങ്ങുക. അതിനൊരു കാരണമുണ്ട്. കാരണം തിരിച്ചു വരുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. തിരിച്ചു വരും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടല്ല, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ മാത്രം ഞങ്ങൾ ആ 13,57,00,000 രൂപ നിക്ഷേപം ഇട്ടിട്ടാണ് ഭരണം അവസാനിപ്പിക്കുന്നത്. ഭരണം അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അപ്പോൾ സമീപ പ്രദേശങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സമീപത്തുള്ള മറ്റ് 4 പഞ്ചായത്തുകൾ കൂടി ഞങ്ങൾ മത്സരിച്ചു. ജനങ്ങളുടെ ആവശ്യമായിരുന്നു അവിടെ ചുറ്റുപാടുള്ള ആളുകൾ. കാരണം ഇവിടെ ആളുകൾ ഇത്രയും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു, പട്ടിണിയില്ല, നേരിട്ട് കാണുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഈ സമീപത്തുള്ള 4 പഞ്ചായത്തുകൾ കൂടി അങ്ങനെ 5 പഞ്ചായത്തുകൾ മത്സരിച്ചവിടുത്തെ എല്ലായിടത്തും ഞങ്ങൾ ജയിച്ചു. പല സ്ഥലത്തും പ്രതിപക്ഷം പോലും ഇല്ലാതെ മുഴുവൻ സീറ്റുകളും കിട്ടിയ പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ ഇന്ന് ഞങ്ങൾ ഭരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നു, 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നു. ഒരു പഞ്ചായത്ത് ഭാഗികമായിട്ട് ഞങ്ങൾ അവിടെ അത്രയും മത്സരിച്ചോളൂ. മുഴുവനായിട്ട് മത്സരിച്ചിട്ടെങ്കിൽ ആ പഞ്ചായത്ത് ഞങ്ങളുടെ കയ്യിലിരുന്നേനെ. 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ. ഇന്നിപ്പോൾ 8 വർഷം പൂർത്തീകരിക്കുക. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൽ 23 കോടി രൂപ നിക്ഷേപമുണ്ട്. അപ്പോൾ അത്രയും ബാക്കി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒരു ഗുഡ് ഗവേണൻസും നടപ്പിലാക്കിയതിൻ്റെ ഫലമാണ് കിട്ടിയത്. ഇപ്പം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അത് തന്നെയാണ്. ഇതേ രീതിയിൽ ഇന്നിപ്പോൾ കേരളം നമുക്കറിയാം, ഒരു ദിവസം ഏതാണ്ട് 200 കോടി രൂപ കടമെടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നില്ല ഞങ്ങൾ ഈ കടം കുറച്ചു കൊണ്ടുവരാം, ഞങ്ങൾ ഈ കടം വീട്ടാം എന്ന് ഒരാളും പറയുന്നില്ല. അവർക്ക് സാധിക്കുകയുമില്ല.